ഒരർത്ഥത്തിൽ ഇന്ത്യ വൈസ്രോയിയുടെ രാജകീയ പദവി വഹിക്കാൻ ലൂയി മൗണ്ട് ബാറ്റനേക്കാൾ ജന്മനാ അർഹത നേടിയ മറ്റാരുമില്ലെന്നാണ് തോന്നുക. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരസ്യമായ ഭാവപ്രകടനം നടന്നതും സ്നാനവേളയിലാണ്. തൻ്റെ മുതുമുത്തശ്ശിയുടെ രാജകീയമായ നാസികയിൽ വിശ്രമിച്ചിരുന്ന കണ്ണട അന്ന് അദ്ദേഹം തൻ്റെ കുരുന്നു മുഷ്ടികൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. അമ്മ വഴിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബപൂർവിക ബന്ധം ചാർലിമേൻ ചക്രവർത്തിയിൽ ചെന്നെത്തുമായിരുന്നു. രക്തബന്ധം വഴിക്കോ വിവാഹബന്ധം വഴിക്കോ കൈസർ വില്യം രണ്ടാമൻ, സർ നിക്കോളസ് രണ്ടാമൻ, സ്പെയിനിലെ അൽഫോൻസ 13-മൻ, റുമേനിയയിലെ ഫെർഡിനാൻഡ് 1-മൻ, സ്വീഡനിലെ ഗുസ്താവ് 6-മൻ, ഗ്രീസിലെ കോൺസ്റ്റാന്റീൻ 1-മൻ, നോർവേയിലെ ഹാക്കോൺ 7-മൻ, യൂഗോസ്ലാവിയയിലെ അലക്സാണ്ടർ 1-മൻ എന്നിവരുമായെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. ലൂയി മൗണ്ട് ബാറ്റൻ യൂറോപ്പിലെ പ്രതിനിധികളെല്ലാം കുടുംബ പ്രശ്നങ്ങളായിരുന്നു.